ഹായ് എവ്രിവൺ, ഈ ഡ്രോപ്സ് എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇന്ന് പറയുന്നത്. പാസ്റ്റ് ടെൻസിലെ അവസാനത്തേതാണ്. ഇതിന്റെ പാറ്റേൺ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ ബിഫോർ ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് ഉണ്ടാവും, ഹാഡ് ബീൻ ഉണ്ടാവും, കൂടെ ING ഉള്ള വെർബിന്റെ രൂപം ഉണ്ടാകും, പിന്നെ അതർ വേർഡ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ്. അപ്പൊ ഇത് എങ്ങനെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു, പാസ്റ്റിൽ തന്നെ അവസാനിച്ചു. പ്രസന്റിലോട്ട് വന്നിട്ടില്ല. ഇവിടെ പ്രസന്റും ഇവിടെ പാസ്റ്റും ആണെങ്കിൽ പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തുടർന്നുകൊണ്ടേയിരുന്നു, പാസ്റ്റിൽ തന്നെ അവസാനിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞുപോയ കാലത്തിൽ ഒരു കാര്യം തുടങ്ങി തുടർന്നുകൊണ്ടേയിരുന്നു, അവസാനിച്ചു, എല്ലാം പാസ്റ്റിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റൻസുകൾ നോക്കാം, എക്സാമ്പിൾസ് നോക്കാം. വളരെ അപൂർവമായിട്ടായിരിക്കും നമ്മൾ ഇത്തരം സെൻറ്റൻസുകൾ ഉപയോഗിക്കുക. എന്നാലും ഉപയോഗിക്കേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇത്തരം യൂസേജിന് വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. മീനു ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ ഫോർ 6 years when I met her in 2020. 2020 മീനുവിനെ ഞാൻ കണ്ടപ്പോൾ അവൾ ഈ ഹോസ്പിറ്റലിൽ 6 വർഷത്തോളമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ 2020 പാസ്റ്റാണെന്ന്, കണ്ടുമുട്ടിയ സമയം പാസ്റ്റാണ്. അന്ന് തന്നെ 6 വർഷത്തോളമായിട്ട് അവൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 6 വർഷത്തേക്ക് ഈ വേർബ് തുടർന്നു കൊണ്ടിരുന്നിട്ടുണ്ട്. പ്രവൃത്തി തുടങ്ങിയതും തുടർന്നതും അവസാനിച്ചതും പാസ്റ്റിലാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. 2020 കണ്ടപ്പോഴാണ്. അപ്പോൾ 2020 പാസ്റ്റാണ്, കണ്ടുമുട്ടിയ സമയം പാസ്റ്റാണ്. അന്ന് ഇവിടെ 6 വർഷത്തോളം അവൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ തുടങ്ങുന്നതും തുടർന്നതും അവസാനിച്ചതും പാസ്റ്റിലാണ്. ദിയ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഇൻ ദ ലൈബ്രറി ബിഫോർ ഷീ കെയിം ടു ദി ക്ലാസ്. ദിയ പഠിക്കുന്നുണ്ടായിരുന്നു. ദിയ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഇൻ ദ ലൈബ്രറി ബിഫോർ ഷീ കെയിം ടു ദി ക്ലാസ്. ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ദിയ ലൈബ്രറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ദിയ ക്ലാസ്സിലേക്ക് വന്നത് പാസ്റ്റാണ്. അതിന് മുമ്പേ അവൾ ലൈബ്രറിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അവിടെ അവൾ പഠിക്കുന്നതും പഠിച്ച് കൊണ്ടേയിരുന്നതും പിന്നെ അവസാനിച്ചതും എല്ലാം പാസ്റ്റിലാണ്. She had been listening to music for 1 hour. She had been listening to music for 1 hour. 1 മണിക്കൂറോളമായിട്ട് അവൾ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. 1 മണിക്കൂറോളം അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാട്ട് കേട്ടതും തുടങ്ങിയതും തുടർന്നതും അവസാനിച്ചതൊക്കെ പാസ്റ്റിലാണ്. നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വളരെ കുറവായിരിക്കുമെങ്കിലും നമുക്ക് പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓർത്താൽ മതി. പ്രവൃത്തി തുടങ്ങിയതും തുടർന്നതും അവസാനിച്ചതും പാസ്റ്റിലാണ്. We had been watching movie for 3 hours. 3 മണിക്കൂറോളമായിട്ട് ഞങ്ങൾ മൂവി കാണുന്നുണ്ടായിരുന്നു. ഇവിടെ 3 മണിക്കൂറോളം മൂവി കാണുന്നുണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്നു പാസ്റ്റാണ്. 3 മണിക്കൂറോളം ചെയ്തൊരു പ്രവൃത്തിയാണ്. തുടങ്ങിയതും തുടർന്നതും അവസാനിച്ചതും പാസ്റ്റിൽ തന്നെയാണ്. I had been shopping with my mom since morning. എൻ്റെ അമ്മയുടെ കൂടെ രാവിലെ മുതൽ ഞാൻ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. I had been shopping with my mom since morning. രാവിലെ മുതൽ അമ്മയുടെ കൂടെ ഞാൻ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പൊ ഇല്ല, രാവിലെ മുതൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തുടങ്ങിയതും തുടർന്നതും അവസാനിച്ചതും എല്ലാം പാസ്റ്റിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റിൽ തുടങ്ങി, പാസ്റ്റിൽ തുടർന്നു, പാസ്റ്റിൽ അവസാനിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പാറ്റേൺ നമുക്കറിയാം. സബ്ജക്റ്റ് ഉണ്ടാവും, ഹാഡ് ബീൻ പ്ലസ് ING, വേർബിന്റെ ING ഉള്ള രൂപം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്കിനി സിമ്പിൾ ഫ്യൂച്ചറിന്റെ ക്ലാസ്സുമായിട്ട് വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.